വെൽക്കം ടു അവർ ചാനൽ വിനാസ് ബഹേലി. അപ്പോൾ ഇന്ന് ഒരു ഹോളാണ് കേട്ടോ. ഞാൻ ഇന്നലെ മാമാർത്തിൻ്റെ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു, ഷോബയിൽ. അപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം പ്രോഡക്റ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കിന്ന് കാണാം. അപ്പോൾ മാമാർത്ത് നമുക്ക് അറിയുന്ന പോലെ നമ്മുടെ പ്ലാസ്റ്റിക് ഫ്രണ്ട്ലി ആണ്, അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, അങ്ങനെ ഒരുപാട് യൂസസ് ഉള്ള, അതുപോലെ നമ്മുടെ കൺസേൺ അനുസരിച്ച് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേബീസിനുള്ള പ്രോഡക്ട്സും ഒരുപാട് അവൈലബിൾ ആണ്. തുടക്കത്തിൽ അവർ എനിക്ക് തോന്നുന്നു പൗഡേഴ്സ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്താ പറയുക, എനിക്കറിയാം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും, എന്നാലും ഞാൻ മേടിച്ച കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് മാമാർത്തിൻ്റെ വൈറ്റമിൻ സി ബോഡി ലോഷൻ വിത്ത് വൈറ്റമിൻ സി ആൻഡ് ഹണി ഫോർ റേഡിയൻറ്റ് സ്കിൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് പുതിയ അവർ ലോഞ്ചാന്ന് തോന്നുന്നു, അധികം ആയിട്ടില്ല അത്. ഇത് ബേസിക്കലി ബോഡി ലോഷനാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ സ്വീറ്റ്സ് ഫോർ ഓൾ സ്കിൻ. ഓക്കെ, റേഡിയൻ സ്കിന്നുള്ളത് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് സ്കിൻ നല്ല ബ്രൈറ്റനിങ് ആവാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ യൂസ് ചെയ്യാം. നല്ല മോയ്സ്ചറൈസിങ്ങും ഡീപ്പ് ഹൈഡ്രേഷനും കൊടുക്കുന്നതാണ് ഹണി. അപ്പോൾ അതിൻ്റെ കോംബോ വരുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും കേട്ടോ. ഇതാണിപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ നിങ്ങൾക്ക് അറിയാം, പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഡീപ്പ് ഹൈഡ്രേഷൻ, നോൺ ഗ്രീസി ഫോമുലയാണ്, അതുപോലെ വിത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, അതറിയാലോ. പിന്നെ ഇത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, അവരുടെ ഒരു ലോഗോ ആണ് അത്. പ്ലാസ്റ്റിക് പോസിറ്റീവ്, വി റീസൈക്കിൾ മോർ പ്ലാസ്റ്റിക് ദാൻ വി യൂസ്. ഓക്കെ, ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അത് മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരും ഇത് ലോഞ്ച് ചെയ്തപ്പോൾ തുടങ്ങിയുള്ള അവരൊരു കാര്യമാണ്. ഓരോ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ഓരോ പ്രോഡക്ട്സ് എന്താ പറയുക ഇത് ചെയ്യുമ്പോഴും എന്നൊക്കെ അവർ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. ഞാൻ ബേസിക്കലി പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. പ്രോഡക്റ്റ് നല്ല എന്താ പറയുക, നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. നല്ലതായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് അവരൊരു ഇപ്പോഴത്തെ, ഞാൻ മുൻപ് ഇവരുടെ ബോഡി ലോഷൻസ്, ബോഡി ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇത്തിരി തിക്കായിരുന്നത്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നന്നായി ബ്ലെൻഡ് ചെയ്യും, അതുപോലെ നല്ല സോഫ്റ്റ് ആണ്, നല്ല ഡീപ്പ് ഹൈഡ്രേഷൻ, സ്മെല്ലും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട്, നല്ലൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ, സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പം ഞാൻ മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും വാങ്ങിയത് ഞാൻ ശോഭ മോളിലുള്ള അവരുടെ മാമാർത്ത് സ്റ്റോറിൽ നിന്നാണ്. ഞാൻ ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്നാണ് വാങ്ങാറ്. ഇപ്പം ഇന്നലെ ഞാൻ പോയപ്പോൾ സ്റ്റോറ് കണ്ടിരുന്നു, ഞാൻ ശോഭയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റോറ് കണ്ടിരുന്നു, അപ്പോൾ ഞാൻ കയറി വാങ്ങിയതാണ്. ഓക്കെ, അവർക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഓഫേഴ്സൊക്കെ ഉണ്ട് അവിടെ നമ്മൾ വാങ്ങിക്കുന്നതിനനുസരിച്ച്. അപ്പോൾ അതൊക്കെ നോക്കി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഒരു പ്രോഡക്റ്റ്. ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ അലോവേര ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇഷ്ടമാണ് അലോവേര. അപ്പോൾ ഞാൻ വേറെ ബ്രാൻഡിൻ്റെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്രത്യേകം കോംബോ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറേ കൂടെ ബെനിഫിറ്റായിട്ട് തോന്നി. അപ്പോൾ അങ്ങനത്തെ കോംബോ വരുന്ന പ്രോഡക്റ്റ്സ് ഞാൻ സ്പെഷ്യലി ഇപ്പോൾ ചൂസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോംബോ വരുന്നതാണ് മാമാർത്തിൻ്റെ അലോവേര. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മാമാർത്തിൻ്റെ അലോവേര ജെൽ വിത്ത് പ്യുവർ അലോവേര ആൻഡ് വൈറ്റമിൻ ഇ. ഇത് സ്വീറ്റ്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് തന്നെയാണ് കേട്ടോ. സ്കിന്ന് പിന്നെ ഇത് ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റും. ഫോർ സ്കിൻ ആൻഡ് ഹെയർ എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്കിൻ ആൻഡ് ഹെയർ, ഇത് ഓൾറെഡി അറിയാലോ, പാരബിൻ, സിലിക്കോൺ ഫ്രീ, നോ ആഡഡ് കളേഴ്സ് ഒക്കെയാണ്. ഇത് 300 ml ബോട്ടിലാണ്. പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാം. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ്, ഡയറക്ഷൻ ഫോർ യൂസ് ഒക്കെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ,
പിന്നെ പറയുന്നുണ്ട് ഹൈഡ്രേറ്റ് സ്കിൻ ആൻഡ് ഹെയർ, സൂട്ട്സ് ഇറിറ്റേറ്റഡ് സ്കിൻ, കീപ്സ് സ്കാൽപ്പ് ക്ലീൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പ്രോഡക്റ്റിൽ മാറിയപ്പോൾ പിന്നെ ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്, ചെറിയ ബോട്ടിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കതിൽ ദോഷം തോന്നിയില്ല. അപ്പോൾ നല്ല കോംബോ ആണ് അതിലുള്ള ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് അലോവേര ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഒരു കണ്ടീഷണറാണ് കേട്ടോ. ഇത് റൈസ് വാട്ടർ കണ്ടീഷണറാണ് ഫോർ ഡാമേജ് റിപ്പയർ. ഹെയറിൻ്റെ ഡാമേജസ്, അതായത് പൊട്ടുക, ബ്രിട്ടിലാവുക, അതുപോലെ അതിൻ്റെ ടിഷ്യൂസൊക്കെ പോവുക, എന്താ പറയുക, ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചർ, സിൽക്കിനെസ് ഒക്കെ പോവുക. അതാണ് റൈസ് വാട്ടർ വിത്ത് കെരാറ്റിൻ, റൈസ് വാട്ടർ ആൻഡ് കെരാറ്റിൻ. ഇതുപോലെ എഴുതിയിട്ടുണ്ട് പാരബൻ ഫ്രീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫോർ ഓൾ ഹെയർ ടൈപ്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട് റൈസ് വാട്ടർ. ഇതും നല്ലതാണ്. എൻ്റെ മുടി ഓൾറെഡി ട്രീറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇപ്പോൾ പോയി. പക്ഷേ ഞാൻ ആ സമയങ്ങളിൽ ഞാൻ ഇടയ്ക്ക് ഇതെൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ നല്ല കണ്ടീഷനിങ് തരുന്നതാണ് കേട്ടോ. മുടി നല്ല സോഫ്റ്റും സിൽക്കിയായിട്ടും ഒക്കെ എടുക്കും. ഓക്കെ, അതാണ് ഒരു പ്രോഡക്റ്റ്. ഇനി അടുത്തത് വന്നിട്ട് ഷാംപൂ ആണ്. ഇത് സ്ട്രോങ് ഫ്രിസ് ഫ്രീ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫോർ ഫ്രിസ് ഫ്രീ ആൻഡ് സ്ട്രോങ് ഹെയർ. ഇത് ആർഗൻ ഷാംപൂ ആണ്. ആർഗൻ ഷാംപൂ വിത്ത് ആർഗൻ ആൻഡ് ആപ്പിൾ സൈഡർ വിനെഗർ. അപ്പോൾ നമ്മുടെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക്, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഫ്രിസ് ആയിട്ടുള്ള ഹെയർ ഉണ്ടല്ലോ, ഇങ്ങനെ ചടയൊക്കെ ദയപ്പിൾ കട്ട കുത്തി ഇങ്ങനെ എന്താ പറയുക, ഓയിൽ ഇല്ലാത്ത ഹെയർ ഉണ്ടല്ലോ, ഒട്ടും എണ്ണമയം ഇല്ലാത്ത ഹെയർ, അവർക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പോൾ അവരെ മുടി ഒന്നും കൂടി ഡ്രൈ ആവും ചെയ്യും. അപ്പോൾ നല്ല ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ അവർക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്, യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ റെഡ്യൂസ് സ്പ്ലിറ്റൻസ് ആൻഡ് ഫ്രിസ്, അതാണ് മെയിനായിട്ട് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. പിന്നെ റിപ്പയേഴ്സ് ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ഹെയർ, ജെന്റ്ലി ക്ലെൻസസ് ആൻഡ് നറിഷസ് ഹെയർ. ഹെയറിന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് അതുപോലെ നല്ല ഹൈഡ്രേഷൻ കൊടുത്ത് നല്ല സിൽക്കി ആയിട്ട് ഇങ്ങനെ മുടി കിടക്കും. അപ്പോൾ ഇങ്ങനെ ചറപറ അങ്ങനെ കിടക്കില്ല. ഓക്കെ, അതാണ് ഷാംപൂ, ആർഗൻ ഷാംപൂ. നല്ലതാട്ടോ. കുറേ റേഞ്ചസ് ഉണ്ട് അവർക്ക് ഷാംപൂ ആയാലും കണ്ടീഷണർ. അപ്പോൾ നമ്മുടെ ഹെയർ ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനൊരുവിധം എന്താ പറയുക, ആവശ്യമുള്ള എല്ലാ പ്രോഡക്ട്സും അവിടെ ഉണ്ട്. എന്താ പറയുക, അത് ഡിവൈഡ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ നമ്മുടെ യൂസ് എന്താണെന്ന് അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നോക്കി നോക്കാം, സ്റ്റോറിൽ കയറി നോക്കാം കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ഒരിടയ്ക്ക് ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ ഡോട്ട്&കീയുടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് വേറെ ഏതൊക്കെയോ അതുപോലെ ബ്രാൻഡുകൾ, കുറച്ച് ബ്രാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ടായുള്ളൂ അത്യാവശ്യം നല്ലതായിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കെല്ലാം സ്യൂട്ട് ആവില്ല. ഇത് ഉപ്റ്റൻ ക്ലെൻസിങ് മിൽക്കാണ് വിത്ത് ടർമറിക് ആൻഡ് സാഫ്രൺ ഫോർ ജെന്റൽ ക്ലെൻസിങ്, പാരബൻ ഫ്രീ, സ്യൂട്ട്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എഴുതിയിട്ടുണ്ട്. ജെന്റ്ലി റിമൂവ്സ് ഡേർട്ട് ആൻഡ് മേക്കപ്പ്. അപ്പോൾ ക്ലെൻസിങ് മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തായാലും സൺസ്ക്രീൻ അല്ലെങ്കിൽ ക്രീംസ് എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാവുമല്ലോ, ലിപ്സ്റ്റിക്സ് ഇട്ടുണ്ടാവും, കാജൽ ഇട്ടുണ്ടാവും, അതൊക്കെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഈ ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയാം. വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് എന്തെങ്കിലും ടിഷ്യൂയോ അല്ലെങ്കിൽ കോട്ടണോ ഉപയോഗിച്ച് വൈപ്പ് ചെയ്ത് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഡീപ്ലി നമ്മുടെ പോസ് എന്നുള്ള ഡേർട്ടൊക്കെ പുറത്തേക്ക് പോകും. അതാണ് മെയിൻലി ഇതിൻ്റെ യൂസ്. അപ്പോൾ എനിക്ക് നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഡേർട്ട് അക്കമുലേറ്റ് ചെയ്യും. അതുപോലെ എൻ്റെ ഓപ്പൺ പോസ് എനിക്കുള്ള ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഡേർട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്താലും മുൻപ് ഇത് ഇട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഡബിൾ ക്ലെൻസിങ് മെയിൻലി ഇത് നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ രാവിലെ യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ എന്തായാലും നൈറ്റിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കിടക്കുന്നതാണ്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ അത്ര വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ നൈറ്റിൽ മെയിനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്, ഞാൻ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ.
ക്ലെൻസിങ് മിൽക്കാണിത് കേട്ടോ. ഇത് ഉപ്റ്റൻ്റെത് എനിക്ക് തോന്നുന്നു പുതിയ റേഞ്ചാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഞാനതൊന്ന് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി, എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ യൂസ് ചെയ്യുന്നതാണ് ക്ലെൻസിങ് മിൽക്ക്, വേറെ ബ്രാൻഡിനെയാണ് മാത്രം. അപ്പോൾ പക്ഷെ അത് അടിപൊളിയാണ് കേട്ടോ. നല്ല നമ്മുടെ സ്കിന്നിങ്ങനെ വലിഞ്ഞ് ഇതാവുന്നില്ല, നല്ല ഹൈഡ്രേഷനൊക്കെ തരുന്നുണ്ട് അത് റിമൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ നമ്മൾ ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ കോട്ടൺ വെച്ച് ഇങ്ങനെ ഉരസി സ്കിന്ന് ഇതാക്കരുത്, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് മാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ചോയ്സ് ആയിരിക്കും, ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. മാമ എർത്തിൻ്റെ കോമ്പാക്റ്റ് ഓയിൽ കൺട്രോൾ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കും, വിത്ത് വൈറ്റമിൻ സി ആൻഡ് ടർമറിക്. ഇപ്പോൾ ഇവരെ റേഞ്ചുകൾ വന്നതെല്ലാം വൈറ്റമിൻ സി, റേഡിയൻ സ്കിന്നുള്ള കുറച്ച് റേഞ്ചുകൾ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതിൽ വരുന്ന ഒരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇത് ടാൽക് ഫ്രീ ആണ്, മെയ്ഡ് സേഫ്, ഇൻസ്റ്റൻറ്റ് ഗ്ലോ, നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഗ്ലോ ഓയിൽ കൺട്രോൾ കോമ്പാക്റ്റ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് ടർമറിക്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അറിയാലോ, വൈറ്റമിൻ സി എന്ന് പറയുന്നത് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതുപോലെ തന്നെ ടർമറിക്, അതും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ, ഈ ഡാർക്ക്നെസ് അതൊക്കെ ഇത് ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഇൻസ്റ്റൻ്റ് ആയിട്ട് തരും. ഓക്കെ, അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണത്. ഇത് നമ്മൾ എന്താ പറയുക, സ്കിന്നനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ കളർ അനുസരിച്ച് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഷെയ്ഡ് നോക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാണ് കോമ്പാക്റ്റ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഞാൻ അവിടെ ടെസ്റ്റിങ്ങിന് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായുള്ളൂ. ഇതിൻ്റെ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. പാക്കേജിങ് ആണ് ഇങ്ങനെ വരുന്നത്. ഇതാണ് പാക്കേജ്. ഞാൻ ഫ്രണ്ട് ക്യാമിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇത് തല തിരിഞ്ഞ് വരുന്നത് കേട്ടോ. ഇത് ഇപ്പം ബാക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ റെക്കോർഡ് ആവണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സമയമില്ല, പിലോ ഉറങ്ങുക, അപ്പോൾ അവളെ എനിക്ക് മുന്നേ എടുക്കണം. അത് ഞാൻ ഫ്രണ്ട് ക്യാം വെച്ചാകുമ്പോൾ എനിക്ക് ഈസി. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ എന്തായാലും ഞാൻ ഫോട്ടോ എടുത്ത് ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കേജിങ്. നോക്കട്ടെ, മിററൊക്കെ ഉണ്ട്, പഫ് ഉണ്ട്. നിങ്ങൾക്ക് പഫ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിളും നല്ലതും ബ്രഷ് യൂസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പഫ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. അതാണ് ഒരു പ്രോഡക്റ്റ്. ഇനി അടുത്തത് വന്നിട്ട് ഒരു സോപ്പാണ്. ഞാൻ ഇതുവരെ സോപ്പ് ഉപയോഗിച്ചിട്ടില്ല അവരെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസ്, എൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ ബോഡിയാണ്, സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ എൻ്റെ ഫേസിലെ സ്കിന്നിൻ്റെ ഓപ്പോസിറ്റാണ് ബോഡി സ്കിൻ. അപ്പോൾ ഇത് അവരുടെ വൈറ്റമിൻ സി നറിഷിങ് ലോഷൻ സോപ്പാണ്. നല്ല മോയ്സ്ചറൈസിങ് തരുന്ന സോപ്പാണ്, വിത്ത് ആഡഡ് മോയ്സ്ചറൈസിങ് ലോഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോയ്സ്ചറൈസിങ് കൂടുതൽ തരുന്നതാണ്. വിത്ത് സെയിം റേഞ്ചാണ്, വൈറ്റമിൻ സി ആൻഡ് ഹണി. ഓക്കെ, നോൺ ഡ്രൈയിങ് ആണ്, നല്ല മോയ്സ്ചറൈസിങ് തരുന്ന സോപ്പാണ് കേട്ടോ. ഇത് അവരുടെ പുതിയ ലോഞ്ചാന്ന് തോന്നുന്നു, ഈ വൈറ്റമിൻ സി റേഞ്ച് എന്ന് വരുന്നത്. അപ്പം അതാണ് നല്ല ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ ഇവരെ സോപ്സ് മുൻപ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് ഉണ്ടായില്ല, മേ ബി അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് നന്നായിട്ട് മോയ്സ്ചറൈസിങ് തരുന്നതാണ്. അപ്പം ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സോപ്പാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് യൂസ് ചെയ്ത് നോക്കണം. അത് എന്തായാലും മോശം വരില്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ മുൻപ് യൂസ് ചെയ്തുകൊണ്ട് എനിക്കറിയാം അവരുടെ പ്രോഡക്റ്റ്സ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയത് അവരൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പം ഞാൻ മാമാഅർത്തിൻ്റെ മുൻപൊരു സ്റ്റേ മാറ്റ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലുണ്ട്. അത് നല്ല ഷെയ്ഡ് നോക്കി ഞാൻ വാങ്ങിയത്. പിന്നെ ഞാൻ കൂടുതൽ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഞാൻ ബുള്ളറ്റ്സ് വാങ്ങൽ കുറവാണ്. ഷെയ്ഡ് അനുസരിച്ചാണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ നോക്കി വാങ്ങാറുണ്ട്. എന്നാലും മാക്സിമം ഞാൻ എന്താ പറയുക ലിക്വിഡ്സ് ആണ് വാങ്ങാറ്. അപ്പോൾ ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് മോയ്സ്ചറൈസിങ് മാക് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ് വിത്ത് അവോക്കാഡോ ഓയിൽ ആൻഡ് വൈറ്റമിൻ സി. അപ്പോൾ എനിക്കത് ടെസ്റ്റ് ചെയ്ത് ഞാൻ ഇന്നലെ ഇട്ട് നോക്കിയപ്പോൾ അവിടെ നല്ല സ്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ. ഇത് ഞാൻ വാങ്ങിക്കുന്ന വെച്ച് ഇരിക്കുന്നൊരു സംഭവമായിരുന്നു. നല്ല ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡാണ്. ഞാൻ എപ്പോഴെങ്കിലും അത് എൻ്റെ വീഡിയോസിൽ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ലൊരു ഡീപ്പ് റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഡീപ്പ് റെഡ് ന്യൂഡ്സ്, നല്ല അടിപൊളി ന്യൂഡ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ലിപ്സ് കുറച്ച് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് എനിക്ക് അത് ഇത്ര സ്യൂട്ടബിളായി തോന്നിയില്ല. ഞാൻ ഉപയോഗിക്കുന്ന ന്യൂഡ്സ് പോലത്തെ അല്ലായിരുന്നു അവരിൽ ഉണ്ടായ ഷെയ്ഡ്. പക്ഷേ ഇതിട്ടപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. നമ്മുടെ ഫേസിന് ഒരു ഇൻസ്റ്റൻറ്റ് എന്താ പറയുക, ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാനങ്ങനെ വാങ്ങിച്ചു നോക്കിയത്. ഞാൻ സാധാരണ ഇങ്ങനത്തെ ഷെയ്ഡ്സ് യൂസ് ചെയ്യൽ കുറവാണ്. കുറച്ച് ഞാൻ എന്താ പറയുക, പക്ഷേ എൻ്റെ ടോണിന് നന്നായിട്ട് സ്യൂട്ടബിളായി, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിയത്. അത് നല്ലൊരു പ്രോഡക്റ്റാണ്, ഞാൻ വാങ്ങിക്കുന്നത് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ ലോങ് സ്റ്റേ കിട്ടുന്നുണ്ടെങ്കിലും ഭയങ്കര ഡ്രൈ ആയിരിക്കും. ചുണ്ടൊക്കെ അങ്ങനെ ഡ്രൈ ആവും. നന്നായി നമ്മൾ ലിപ് ബാം ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയി ഇതിങ്ങനെ തൊലി പൊളിഞ്ഞ് തുടങ്ങാം. പിന്നെ നമ്മൾ ലിപ് കെയർ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കെയറിങ് കൊടുക്കും വേണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ ഇഷ്യൂസ് തോന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ആണ്. പിന്നെ അങ്ങനത്തെ ചില ലിപ്സ്റ്റിക്സ് മാത്രമാണ് എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ അപ്പം സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം എനിക്ക് അങ്ങനെ ലിക്വിഡ് ലിപ്സ്റ്റിക് കൊണ്ട് അങ്ങനെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ലോങ് സ്റ്റേ എടുക്കണ കാരണം കൊണ്ട് ഇത്തിരി പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട്, അതാണുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ യൂസ് ചെയ്താൽ കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന് വെച്ചു. ഇത് എനിക്ക് ഇട്ടപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ബട്ടറി ഫീൽ തോന്നി. അതുപോലെ മാറ്റാണ്, ട്രാൻസ്ഫറിങ് കുറവാണ്. ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോസിൽ കാണിക്കാം എങ്ങനെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ എന്താ പറയുക ഔട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് 8 hours മോയ്സ്ചർ ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, 12 hours ലോങ് സ്റ്റേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഒരു 1 day ഇടുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് അറിയിക്കാം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. ഓൾറെഡി യൂസ് ചെയ്യുന്നവരുണ്ടാവും, എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം കേട്ടോ. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേക്കപ്പ് പ്രോഡക്ട്സിൽ ഒന്നാണ് ലിപ്സ്റ്റിക്സ്. ഞാൻ എവിടെ പോയാലും ലിപ്സ്റ്റിക്സ് നോക്കി വാങ്ങുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ലിപ്സ്റ്റിക്ക്. ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതൊരു ലിപ് ബാമാണ് കേട്ടോ. ഇത് മാമാഅർത്തിൻ്റെ നറിഷിംഗ് ടിൻറ്റഡ് ലിപ് ബാം, നാച്ചുറൽ 100% ലിപ് ബാം വിത്ത് വൈറ്റമിൻ ഇ ആൻഡ് റാസ്ബെറി ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ വന്നിട്ട്. ഇത് കുറച്ചും കൂടി ലൈറ്റാണ്. നമ്മൾ എന്താ പറയുക, ചുണ്ടത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അറിയത്തില്ല, അങ്ങനത്തെയാണ്. അപ്പോൾ ഇത് നല്ല ലിപ് ബാമാണ് കേട്ടോ. മാമാഅർത്തിൻ്റെ യൂസ് ചെയ്തവർക്ക് അറിയാം, നല്ലൊരു ലിപ് ബാം. ഞാൻ ഇതിൻ്റെ വേറെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു മുമ്പ്. ഏതായിരുന്നു, ചെറിയ ഏതോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും നല്ല ഒരു പ്രോഡക്റ്റായിരുന്നു. അത്യാവശ്യം മോയ്സ്ചർ ലോക്ക് തരുന്നുണ്ട്. പിന്നെ ലിപ് ബാംസ് ഒക്കെ നമ്മൾ ഇടുമ്പോൾ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം പിന്നെ നന്നായി വെള്ളമൊക്കെ കുടിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ലിപ്പിൻ്റെ ഡ്രൈനെസ് കുറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഗ്ലൈഡ്സ് ദ ലിപ് ബാം ഈവൻലി ഓൺ യുവർ ലിപ്സ്, സ്മാക്ക് യുവർ ലിപ്സ് ഫോർ ആൻ ഈവൻ ടിൻറ്റ്. അപ്പോൾ ഇതിൽ വലിയ ടിൻറ്റൊന്നും വരില്ല കേട്ടോ, ചെറിയൊരു ടിൻറ്റാ വരുള്ളൂ. അപ്പോൾ നമ്മളത് പോണതിനനുസരിച്ച് റീഅപ്ലൈ ചെയ്തോളാം. എന്നാലും നമ്മുടെ ലിപ് ബാം എപ്പോഴും നമ്മുടെ ചുണ്ടിന് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റിൽ കോക്കനട്ട് ഓയിൽ, ഷിയ ബട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായി മോയ്സ്ചറിലൊക്കെ, പിന്നെ ഹോഹോബോ ഓയിൽ, ആൽമണ്ട് ഓയിലൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാനിന്ന് കാണിച്ചെന്ന മാമാഅർത്തിൻ്റെ പ്രോഡക്ട്സ്. അപ്പോൾ ഞാൻ മാമാഅർത്തിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക,
പറയുക, ബേബി പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഇപ്പം എല്ലാ പ്രോഡക്ട്സും ഞാൻ അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയില്ല. നമുക്ക് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ കാണിച്ചെന്ന പ്രോഡക്ട്സൊക്കെ എനിക്ക് ഏകദേശം അതിൻ്റെ അതറിയാം. ചിലത് ഞാൻ ഈ പുതിയ റേഞ്ചുകൾ മാത്രമാണ്. ഇപ്പോൾ ഈ ലോഷൻ, അതുപോലെ ഇത് ഇന്നലെ പപ്പ യൂസ് ചെയ്തപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞിരുന്നു. പിന്നെ സോപ്പ്, ഇതൊക്കെയാണ് പുതിയ റേഞ്ചസിൽ വരുന്നത്. അപ്പോൾ ഈ കോമ്പാക്റ്റ് ഇന്നലെ എന്താ പറയുക ഇട്ടപ്പോൾ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ സെപ്പറേറ്റ് ഇതിൻ്റെ ചെയ്യാം, ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. പിന്നെ ഞാൻ ഈ കോമ്പാക്റ്റിനെ മാത്രം ഉപയോഗിച്ചില്ല, ഞാൻ ഇതിൻ്റെ അതായത് ഒരു ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോമ്പാക്റ്റ് മാത്രം കൂടുതലായിട്ട് പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ പക്ഷേ ആസ് എ കോമ്പാക്റ്റ് ഇത് അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്. ഞാൻ എപ്പോഴെങ്കിലും ഷോർട്ടിൽ എപ്പോഴെങ്കിലും മെൻഷൻ ചെയ്യാം ഇതിൻ്റെ ഒരു ഗ്ലോയിങ് കാണിക്കാനായിട്ട്. ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മാത്രം ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സിയുടെ റേഞ്ച് മാത്രമേ എനിക്ക് പുതിയതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം യൂസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എനിക്കറിയാം. അപ്പോൾ പക്ഷേ ഇപ്പോൾ ചൂസ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അത് അടിപൊളിയാണ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ അനുസരിച്ച്, നിങ്ങളുടെ യൂസ് അനുസരിച്ച് എന്തായാലും ചൂസ് ചെയ്ത് നോക്കുക. ഇക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്ക് അങ്ങനെ വലിയ ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആസ് സച്ച് എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. മൈൽഡാണ്, നല്ല എന്താ പറയുക, വലിയ പെർഫ്യൂംസ് ഒന്നുമില്ല, നല്ല മൈൽഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഒരു നാച്ചുറൽ ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെക്ക് ചെയ്യുക. അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും മാമാത്തിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട്. അതുപോലെ സ്റ്റോഴ്സും ഉണ്ട്. ഇപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ തൃശ്ശൂരുള്ളത് ഇവിടെ ശോഭയിലാണ്. അവരെ ശോഭ മോളില്ലേ, അവിടെ പുഴക്കലിലുള്ള ശോഭ മോളിൽ അവരെ സ്റ്റോറ് ഒരു 1 year ആയിട്ടുണ്ട്. അപ്പം അവിടെ അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ 2-3 പ്രോഡക്ട്സ് നോക്കിയപ്പോൾ അത് അവൈലബിൾ അല്ലായിരുന്നു. ഇനി അവർ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ മാമാർത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.